നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറവപ്പട തകർത്തെറിഞ്ഞ ഭാരതത്തിലെ തന്നെ അപൂർവ മഹാലിംഗ ക്ഷേത്രങ്ങളിലൊന്നാണ് കാക്കരക്കുടി മഹാദേവർ ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 അടിയിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാക്കരക്കുടിയിലേക്ക് എത്തുവാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി തണ്ണിത്തോട് റൂട്ടിൽ അതുമ്പുംകുളത്തു നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് അവസാനിക്കുന്നത് കാക്കരക്കുടി അമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെ വരെ എല്ലാ വാഹനങ്ങളും പോകാനുള്ള സൗകര്യമുണ്ട്. ദാ ഈ കാണുന്നതാണ് കാക്കരക്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം. മാസത്തിൽ 2 തവണയും ശിവരാത്രിയും പിന്നെ പ്രത്യേക ഉത്സവങ്ങളുമുള്ള സമയത്ത് മാത്രമാണ് തുറന്നു പൂജ നടക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആകെ പെട്ടുപോയൊരവസ്ഥ. ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യനെ പോലും കാണുവാനില്ല. ചുറ്റും ചീവീടിൻ്റെ ബഹളവും ഇടയ്ക്ക് കാടിൻ്റെ അകത്തുനിന്ന് ആനയുടെ ചിഹ്നം വിളിയും മാത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറവപ്പടയുടെ ആക്രമണത്തിൽ തകർന്ന ഈ ക്ഷേത്രം നാട്ടുകാരാണ് ഇന്നിങ്ങനെ പുതുക്കി പണിതത്. രാവിലെയൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ ഈ മുറ്റത്ത് ആനകൾ നിൽക്കുന്നത് കാണാം. അവ ഇങ്ങോട്ട് കടക്കാതിരിക്കാനാണ് ഈ ഇലക്ട്രിക് സോളാർ വേലികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാലും അത് ചിലയിടങ്ങളിലൊക്കെ തകർത്ത് ആന ഇവിടേക്ക് എത്തും. ഈ കാണുന്ന വഴിയിലൂടെയാണ് അക്കരെ കാക്കരക്കുടി എന്ന ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തേക്ക് പോകുന്നത്. ഈ വഴിയിൽ ആനകളുടെ ശല്യം കാരണം ഇന്ന് ഫോറസ്റ്റുകാർ മാത്രമേ അവിടേക്ക് പോവുകയുള്ളൂ. ഒറ്റക്കല്ലാൽ മൂടപ്പെട്ട ശവക്കല്ലറുകളും പഴയ കുളങ്ങളും ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അത് എവിടെയാണ് എന്ന് ചോദിക്കാൻ ഈ പ്രദേശത്ത് ആരെയും കാണുന്നില്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് കരുതി ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇവിടെ അടുത്തുള്ള കൃഷിത്തോട്ടത്തിൽ നിന്നും വന്നതാണ് ഈ ചേട്ടൻ. എനിക്കിവിടുത്തെ ക്ഷേത്രക്കുളം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കുളം കാണാൻ വേണ്ടി പുറപ്പെട്ടു. കരിയില വീണ് കിടക്കുന്ന വഴിയിലൂടെ ഞാനും ചേട്ടനും ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. കാടിനുള്ളിലൂടെയുള്ള നടപ്പാതയിലൂടെ ക്ഷേത്രത്തിൻ്റെ കിണറും പിന്നിട്ട് ഞാനും ചേട്ടനൂടെ ആ കുളത്തിൻ്റെ അരികിലേക്കെത്തി. ശരിക്കും ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ ഒരു കുളം, വലിയൊരു മരവും അതിൻ്റെ താഴെ പഴയകാല കൽവിഗ്രഹങ്ങളും, അതിൻ്റെ മുമ്പിലായി വലിയൊരു ക്ഷേത്രക്കുളം. കരിയില വീണ് കിടക്കുന്ന പടിക്കെട്ടുകളും കുളത്തിനകത്ത് ഒടിഞ്ഞു കിടക്കുന്ന മരത്തടികളും ഈ ക്ഷേത്രക്കുളത്തിന് എന്തെന്നില്ലാത്ത ഭംഗി നൽകുന്നു. ചില സമയങ്ങളിൽ ആനകളും കാട്ടിലെ മറ്റു വന്യജീവികളും ഈ ക്ഷേത്രക്കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട്. കുളം കണ്ട് തിരികെ നടന്നപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ കൃഷിത്തോട്ടമെന്നും അവിടെ നിന്നാൽ ശബരിമല പാതയിലെ ചില സ്ഥലങ്ങൾ കാണാമെന്നും, എന്നാൽ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ചേട്ടൻ്റെ പുറകിലായി ആ കൃഷിസ്ഥലത്തേക്ക് ഞാൻ പുറപ്പെട്ടു. ഇവിടുത്തെ കൃഷിയെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് പോകുന്ന വഴിയിലെ കൃഷിയിടങ്ങളിലെല്ലാം ഇങ്ങനെ സോളാർ വേലികൾ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ?
ആ പ്രദേശത്തോട്ടൊന്നും ആരും പോകാത്തതിനാൽ അവിടെ വളർന്നു നിൽക്കുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ച് എന്നെ ആ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഈ ചേട്ടൻ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ എത്തിയപ്പോഴേയും നിരാശയായിരുന്നു ഫലം. ഈ പ്രദേശത്തെ മരങ്ങളൊക്കെ വളർന്ന് അവിടേക്കുള്ള കാഴ്ച മറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഒറ്റയ്ക്ക് കാട്ടിൽ കൂടെയുള്ളൊരു യാത്ര അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഇത്രയും സമയം എൻ്റെ കൂടെ വന്ന ചേട്ടന് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ കാടിറങ്ങി.